ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SSC സിഗ്നേച്ചർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് സെക്ഷനിൽ സ്ഥിരമായി ചോദിക്കുന്ന സിമ്പിൾ ഇൻഡെക്സ് എന്ന ചാപ്റ്ററിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസും ട്രിക്കുകളുമാണ്. അതിനു മുമ്പ് ഫ്രണ്ട്സ്, നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ കൂടെ തന്നെ ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നോക്കാം സിമ്പിൾ ഇൻട്രസ്റ്റ് അഥവാ സാധാരണ പലിശ. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും അറിയാം ഇൻട്രസ്റ്റ് രണ്ട് ടൈപ്പ് ഉണ്ട്, സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും. അപ്പോൾ ഇവ രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് അതായത് സാധാരണ പലിശ എന്ന് വെച്ചാൽ നമ്മുടെ മുതൽ എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. അതായത് നമ്മൾ ആദ്യം എത്ര രൂപയാണോ ഡെപ്പോസിറ്റ് ചെയ്ത് അത് തന്നെയായിരിക്കും ഓരോ വർഷത്തെയും നമ്മുടെ മുതൽ. അതിൽ നിന്നാണ് നമ്മൾ ഓരോ വർഷവും പലിശ കണക്കാക്കുന്നത്. പക്ഷെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഓരോ വർഷവും മുതൽ മാറിക്കൊണ്ടിരിക്കും. കൂട്ടുപലിശയിൽ മുതൽ ഓരോ വർഷവും വ്യത്യസ്തമായിരിക്കും. അതായത് ഇപ്പൊ നമ്മൾ ആദ്യത്തെ വർഷം ഇൻവെസ്റ്റ് ചെയ്ത തുകയും ആദ്യത്തെ വർഷത്തെ പലിശയും ചേർന്ന് ഒരു പുതിയ മുതലായിട്ടാണ് രണ്ടാമത്തെ വർഷത്തെ പലിശ കണക്കാക്കുന്നത്. അപ്പൊ ഇതാണ് സാധാരണ പലിശയും കൂട്ടുപലിശയും, അതായത് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് പഠിക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് അഥവാ സാധാരണ പലിശ. അപ്പൊ ചെറിയൊരു ഫോർമുല ഇതിൽ പഠിച്ചു വെക്കാനുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ് നമുക്ക് SA എന്ന് ഡിനോട്ട് ചെയ്യാം, ഈക്വൽ ടു PNR/100. ഓക്കെ, PNR ചിലര് PRT എന്നൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. PNR/100. ഇതിൽ P എന്ന് പറയുന്നത് നമ്മുടെ മുതൽ, അതായത് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. ഓക്കെ, P എന്ന് പറയുന്നത് നമ്മുടെ മുതൽ അഥവാ പ്രിൻസിപ്പൽ എമൗണ്ട്. N എന്ന് പറയുന്നത് നമ്മുടെ ടൈം ആണ്, അതായത് ഇല്ലെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് മന്ത്സ്, അതൊക്കെയാണ് N എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നമ്പർ ഓഫ് ഇയേഴ്സ് എടുക്കാം. ഓക്കെ, ടൈം. ഇനി R എന്ന് പറയുന്നത് നമ്മുടെ പലിശ നിരക്ക്, അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഈ R എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് ഇയർലി കണക്കാക്കുമ്പോൾ, ഓക്കെ, ഇയർലി കണക്കാക്കുമ്പോൾ ഫോർമുലയാണ് PNR/100. ഇനി സിമ്പിൾ ഇൻട്രസ്റ്റ് നമുക്ക് മന്ത്ലി ആയിട്ടും അതേപോലെ തന്നെ ഡെയിലിയും കണക്കാക്കും. അപ്പൊ ഈ ഫോർമുലയിൽ ഒരു ചെറിയൊരു ഡിഫറൻസ് മാത്രമേ വരുള്ളൂ. നമുക്ക് നോക്കാം എന്താണ് ചേഞ്ച് എന്ന്. ആദ്യം സിമ്പിൾ ഇൻട്രസ്റ്റ് മന്ത്ലി, ഓക്കെ, മന്ത്ലി കണക്കാക്കുമ്പോൾ ഈ ഫോർമുലയിൽ എന്ത് ഡിഫറൻസ് വരും നോക്കാം. ഒന്നുമില്ല, ഈ PNR/100 താഴെ ഒരു 12 എന്ന നമ്പറും കൂടെ വരും. ഓക്കെ, അതായത് താഴെ 100 × 12 എന്നാവും. എന്തുകൊണ്ടാണ് ഈ ചേഞ്ചസ് നമുക്ക് പറഞ്ഞുതരാം. ഇപ്പൊ മന്ത്ലി കണക്കാക്കുമ്പോൾ നമുക്കറിയാം ഒരു വർഷം എന്ന് പറയുന്നത് 12 മാസമാണ് അല്ലെ. ആ 12 എന്നുള്ള അതിനെ നമ്മൾ ജസ്റ്റ് താഴെ ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്തു, അത്രേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, അപ്പൊ ഇനി സിമ്പിൾ ഇൻട്രസ്റ്റ് ഡെയിലി കണക്കാക്കുമ്പോൾ എന്തായിരിക്കും വ്യത്യാസം. ഡെയിലി കണക്കാക്കുമ്പോൾ ഇക്വേഷൻ PNR/100 × 365 എന്നാവും അല്ലെ. അതായത് ഒരു വർഷം എന്ന് പറയുന്നത് 365 എന്നാവും. ചില ക്വസ്റ്റ്യനിൽ നമുക്കൊരു ലീപ്പ് ഇയർ ആണെന്നുണ്ടാവും. ഇപ്പോൾ 2016 എന്ന് പറയുന്ന ഒരു ലീപ്പ് ഇയർ ആണ് അല്ലെ. അപ്പോൾ അതിൽ 366 ദിവസങ്ങൾ ഉണ്ടാവും. അപ്പോൾ ചില ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, നമുക്ക് ലീപ്പ് ഇയർ വർഷം തന്നിട്ടുണ്ടാവും. അപ്പൊ അത് ലീപ്പ് ഇയർ ആണെങ്കിൽ ഇവിടെ 366 എന്നെടുക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഡിഫറെന്റ് ഫോർമുലാസ്. ഓക്കെ, ഇത് സിമ്പിൾ ഇൻട്രസ്റ്റ് ഇയർലി, നമ്മുടെ സാധാരണ പലിശ. ഓക്കെ, ഇയർലി കണക്കാക്കുമ്പോൾ ഇത് സാധാരണ പലിശ, മന്ത്ലി കണക്കാക്കുമ്പോൾ ഇത് ഡെയിലി കണക്കാക്കുമ്പോൾ ഇക്വേഷൻ. ഓക്കെ, ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇനി നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, ഇത് ഉപയോഗിച്ച് പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് ടൈപ്പ് 1 പ്രോബ്ലം നോക്കാം. അതായത് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ്, ഡയറക്റ്റ് പ്രോബ്ലംസ് ആണ് ടൈപ്പ് 1 വരുന്നത്. ഫസ്റ്റ് ചോദ്യം ഇതാണ്. ഫൈൻഡ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ₹8,000 at 9% per annum for 5 years. അപ്പൊ നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് P എന്ന് പറയുന്നത് 8,000 തന്നിട്ടുണ്ട്, R എന്ന് പറയുന്നത് 9% തന്നിട്ടുണ്ട്, വർഷം 5 തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ സാധാരണ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു പ്രിൻസിപ്പൽ നമുക്കറിയാം SA ഈക്വൽ ടു PNR/100 ആണ് അല്ലേ. അപ്പൊ P എന്ന് പറയുന്നത് 8,000, N എന്ന് പറയുന്നത് 5, R എന്ന് പറയുമ്പോൾ ഇവിടെ 9 ആണ്, ഡിവൈഡഡ് ബൈ 100. 2 0 വെട്ടിക്കളഞ്ഞു. 8 × 5 40, അപ്പൊ 400. 400 × 9 4 × 9 36. അപ്പൊ 400 × 9 3600. അപ്പൊ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് 3600 കിട്ടി. ഓക്കെ, ഇത് നമ്മുടെ ഫോർമുലയിൽ ഇട്ട് കൊടുത്ത മെത്തേഡ്. അപ്പൊ ഈ മെത്തേഡ് നമുക്ക് എറർ വരാനുള്ള ചാൻസ് കുറവാണ്. അപ്പൊ എല്ലാവരും ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക.
പിന്നെ മറ്റൊരു മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ 8,000 നമ്മുടെ പ്രിൻസിപ്പളിന്റെ എത്ര ശതമാനമാണ് പലിശ എന്നേക്ക് നോക്കുക, ഡയറക്റ്റ് അത് കാണുക, ശതമാനം കണ്ടുപിടിച്ചിട്ട് ഓക്കെ 9% അറിയാം. അപ്പോൾ 9%, 8,000ന്റെ 9% കാണുമ്പോൾ നമുക്ക് 8 × 9 72, അപ്പോൾ 720 കിട്ടി. ഇനി എത്ര വർഷമാണ് നോക്കുക, 5 വർഷമാണ്. അപ്പോൾ × 5 ചെയ്യാം. അപ്പോൾ 720 × 5 എന്ന് പറയുമ്പോൾ നമുക്ക് 3,600 വരും. ഓക്കെ, അപ്പോൾ ഈ രണ്ടിൽ ഏത് മെത്തേഡ് വേണമെങ്കിൽ ചെയ്യാം. ഒന്ന് നമ്മൾ ജസ്റ്റ് ഫോമിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ എത്ര പെർസെൻറ്റേജ് ആണോ അത് കണ്ടിട്ട് ആ വർഷം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. രണ്ടും സെയിം ആണ്, രണ്ട് രീതിയിൽ ചെയ്തു എന്ന് മാത്രം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യം. എ മാൻ ഇൻവെസ്റ്റഡ് ₹3,000. അപ്പൊ നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് 3,000 തന്നിട്ടുണ്ട്. ഫോർ 2 years, വർഷം 2 തന്നിട്ടുണ്ട്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 12%, 12% തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് വെച്ച് ആദ്യം സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. സിമ്പിൾ ഇൻട്രസ്റ്റ് പെർ ആനം വാട്ട് എമൗണ്ട് ഹി വിൽ ഗെറ്റ് ആഫ്റ്റർ 2 years. ഓക്കെ, അപ്പൊ നമുക്ക് ചോദിച്ചിരിക്കുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ല, എമൗണ്ട്. അതായത് 2 വർഷം കഴിയുമ്പോൾ നമുക്ക് അതിൽ കിട്ടുന്ന എമൗണ്ട്, അതായത് നമ്മുടെ ഈ മുതലും പലിശയും ചേർന്ന് എത്ര രൂപ 2 വർഷം കഴിഞ്ഞാൽ കിട്ടും എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ആദ്യം സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. 2,0 വെട്ടിക്കളഞ്ഞു. 30 × 2 60, 60 × 12, 6 × 12 72 ആണ്. അപ്പൊ നമുക്ക് 720 പലിശ കിട്ടി, സിമ്പിൾ ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ എമൗണ്ട് എന്ന് പറയുന്നത് അവസാനം കയ്യിൽ കിട്ടുന്ന എമൗണ്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എമൗണ്ട് ഈക്വൽ ടു നമ്മുടെ ആദ്യത്തെ പ്രിൻസിപ്പൽ എമൗണ്ട്, അതായത് നമ്മുടെ മുതൽ 3,000 പ്ലസ് ഇപ്പൊ കിട്ടിയ പലിശ 720. അപ്പൊ നമുക്ക് 3,720 രൂപ എന്ന് കിട്ടും. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് സിമ്പിൾ പ്രോബ്ലംസ് ആണ്, ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൻ ആണ്. നമുക്ക് അടുത്ത ഒരു പ്രോബ്ലം നോക്കാം. അറ്റ് വാട്ട് റേറ്റ് വിൽ ₹6250 amount to 7,000 in 4 years at simple interest. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് പി എന്ന് പറയുന്നത് 6,250 തന്നിട്ടുണ്ട്. അവസാനം കയ്യിൽ കിട്ടുന്ന എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. അവസാനം കയ്യിൽ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 7,000 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ പറയുന്നത് വർഷം നമുക്ക് തന്നിട്ട് n = 4 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് എമൗണ്ടും എന്താന്നുണ്ട് പ്രിൻസിപ്പൽ എമൗണ്ട്. അപ്പൊ അത് വെച്ച് നമുക്ക് പലിശ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. നമുക്കറിയാം എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രിൻസിപ്പളും നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് എമൗണ്ട് കിട്ടുക അല്ലെ. അപ്പൊ എമൗണ്ട് 7,000 ആണ്, പ്രിൻസിപ്പൾ 6,250 ആണ്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ഇട്ടാൽ അതിന് 7,000 നിന്ന് 6,250 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 750 രൂപ നമ്മുടെ പലിശ എന്ന് കിട്ടും. 4 വർഷത്തെ പലിശ 750 രൂപ. ഇനി നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ നമ്മുടെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് 750 രൂപ പലിശ കിട്ടി. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് 750 ഈക്വൽ ടു പി 6,250 ആണ് ഇൻറ്റു n എന്ന് പറയുന്നത് 4 ആണ്, 6 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഡിവൈഡ് ബൈ 100. ഓക്കെ, അപ്പൊ നോക്കാം. 4 100 25 പ്രാവശ്യം 25 625. നമുക്കറിയാം 25 സ്ക്വയർ ആണ് 625 അല്ലേ. അപ്പൊ 25 പ്രാവശ്യം, അപ്പൊ 6,250 250. അപ്പൊ നമുക്ക് ഓക്കെ 250 × 6 = 750 കിട്ടിയിട്ട് ഇനി 750 ഡിവൈഡഡ് ബൈ 250 ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടും. 6 = 3% കിട്ടും. 6 = 3% നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രോബ്ലം നോക്കാം. എ സം ഓഫ് മണി ഓൺ സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് 6% per annum for 2 years. Okay, he will get 1,200 rupees interest. What is the principal? നമുക്ക് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്, വർഷം തന്നിട്ടുണ്ട്, അതുപോലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മുടെ മുതൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1,200 തന്നിട്ടുണ്ട്, ഈക്വൽ ടു നമുക്ക് പി ആണ് കണ്ടുപിടിക്കേണ്ടത്. n എന്ന് പറയുന്നത് 2 ആണ്, r എന്ന് പറയുന്നത് 6 എന്നുണ്ട്, ഡിവൈഡഡ് ബൈ 100. ഓക്കെ, നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് ആദ്യം ഇവിടെ നോക്കാം. 6 12 2 പ്രാവശ്യം അല്ലേ. അപ്പോൾ ഇവിടെ 200 കിട്ടി. ഇനി നോക്കാം 2 200 100 പ്രാവശ്യം. അപ്പോൾ പ്രിൻസിപ്പൽ പി എന്ന് പറയുന്നത് ഈ 100 ഇങ്ങോട്ട് വന്നു. അപ്പോൾ 100 × 100 നമുക്ക് 10,000 എന്ന് കിട്ടും. ഓക്കെ, പ്രിൻസിപ്പൽ എമൗണ്ട് 10,000 എന്ന് കിട്ടും.
മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ തന്നെ വെട്ടിക്കളയാൻ ശ്രമിക്കുക. വെറുതെ ഈക്വലിറ്റി ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് സമയം കളയണ്ട. ഇവിടെ തന്നെ മാക്സിമം ക്യാൻസൽ ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഫൈൻഡ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ₹5,000 ഫ്രം മാർച്ച് ടു ഓഗസ്റ്റ് അറ്റ് 6% പെർ ആനം. ഓക്കെ, അപ്പൊ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് മന്ത്ലി ആണല്ലേ കണ്ടുപിടിക്കേണ്ടത്. മാർച്ച് ടു ഓഗസ്റ്റ് മാസ കണക്കിനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് മന്ത്ലിന്റെ ഫോർമുല നമുക്ക് അറിയാം അല്ലെ. PNR/100 × 12. ഓക്കെ, നമുക്ക് പി എന്നുണ്ട് 5000. ഇനി എൻ എന്ന് പറയുന്നത് നമുക്കറിയാം മാർച്ച് ടു ഓഗസ്റ്റ് ആണല്ലേ. അപ്പൊ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്. അപ്പൊ 5 മാസങ്ങളാണുള്ളത് അല്ലെ. ഇതിന്റെ ഇടയ്ക്ക് മാർച്ച് ടു ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ 5 മാസമാണ് അല്ലെ. ഇൻറ്റു 6 എന്ന് പറയുന്നത് 6% ഡിവൈഡഡ് ബൈ 100 × 12. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം വെട്ടിക്കളയാം. 6 12 2 പ്രാവശ്യം. ഇത് 2 0 2 0 വെട്ടിക്കളഞ്ഞു. നോക്കാം 2 50 25 പ്രാവശ്യം. ഓക്കെ, അപ്പൊ നമുക്ക് 25 × 5 125 കിട്ടി. നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് മന്ത്ലി നമുക്ക് 125 കിട്ടി. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഫൈൻഡ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ₹36,500 ഫ്രം February 9 ടു April 23. ഓക്കെ, നമുക്കപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ഡെയിലി ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഡെയിലിയുടെ ഫോർമുല PNR/100 × 365 ആണ് അല്ലേ. അപ്പൊ നമുക്കിതിൽ പി എന്നുണ്ട് 36,500 വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്നിന്റെ ഒരു ക്ലൂ വന്നിട്ടുണ്ട് February 9 തൊട്ട് April 23 വരെ. നമുക്ക് ഇതിൽ ഇയർ ഒന്നും തന്നിട്ടില്ല. അപ്പൊ നമുക്ക് സാധാരണ ഓർഡിനറി ഇയർ തന്നെ എടുക്കാം. അപ്പോൾ February 28 ദിവസമാണ്. അപ്പോൾ February 9 തൊട്ട് പറയുമ്പോൾ ബാക്കി എത്രയുണ്ടാവും? ഇനി 19 ദിവസം ഉണ്ടാവും അല്ലെ. 9 കഴിഞ്ഞു, ബാക്കി ഇനി 19 ദിവസങ്ങൾ ഉണ്ടാവും. അപ്പൊ ഫെബ്രുവരിന്റെ മാർച്ച് പറയുന്നത് 31ആണ്. അടുത്ത് ഏപ്രിൽ. ഓക്കെ, ഏപ്രിൽ 23 വരെയുള്ളതാണ്. അപ്പൊ നമുക്ക് ടോട്ടൽ 73 ദിവസങ്ങൾ കിട്ടും. ഓക്കെ, ഫെബ്രുവരിയിൽ 19 ദിവസം, മാർച്ച് 31, ഏപ്രിൽ 23 വരെ. അപ്പൊ നമുക്ക് ടോട്ടൽ 73 ദിവസം കിട്ടി. അപ്പൊ എൻ എന്ന് പറയുന്നത് ഇവിടെ 73 ആണ്. ഇൻറ്റു 6, നമുക്ക് 6 എന്നുണ്ട് 10% ഡിവൈഡഡ് ബൈ 100 × 365. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ 2 0 2 0 വെട്ടിക്കളഞ്ഞു. ഇനി 365 വെട്ടിക്കളഞ്ഞു. ബാക്കി 73 × 10 730 നീട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് 730 നീട്ടി. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പൊ ടൈപ്പ് 1 പ്രോബ്ലംസ് കഴിഞ്ഞു. ഇത് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഡയറക്റ്റ് പ്രോബ്ലംസ് ആണ്. ഇനി നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ചോദിക്കാവുന്ന മറ്റ് ടൈപ്പ് പ്രോബ്ലംസ് പഠിക്കാം. ഓക്കെ, അടുത്ത ടൈപ്പ് 2 പ്രോബ്ലംസ് നോക്കി മുമ്പ് ഒരു ചെറിയൊരു കാര്യം ഇതിൽ പഠിച്ചു വെക്കാനുണ്ട്. നമുക്കൊരു സം ഓഫ് മണി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെ. അത് എത്രയോ വർഷം കഴിഞ്ഞാൽ ഡബിൾ ആവും. കുറച്ച് വർഷങ്ങൾ കൂടെ കഴിഞ്ഞാൽ അത് 3 times 4 times ഒക്കെ ആവും അല്ലെ. അപ്പൊ അത് എളുപ്പം കണ്ടുപിടിക്കാനുള്ള ഒരു ചെറിയൊരു മാർഗമുണ്ട്. ഇപ്പൊ ഒരു സം ഓഫ് മണി ഡബിൾസ് ആവുകയാണെങ്കിൽ, അപ്പോൾ അതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയായിരിക്കും, അല്ലെങ്കിൽ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലായിരിക്കും സം ഓഫ് മണി ഡബിൾ ആവുക, അല്ലെങ്കിൽ ഒരു തുക ഇരട്ടി ആവുന്നത് എപ്പോഴായിരിക്കും? ഓക്കെ, അപ്പൊ എഴുതി വയ്ക്കാം. ഡബിളിന്റെ കേസിൽ ഒരു സം ഓഫ് മണി അല്ലെങ്കിൽ ഒരു തുക 2 മടങ്ങ് അല്ലെങ്കിൽ ഇരട്ടി ആവുന്നതിന് നമുക്ക് ചോദിക്കുകയാണെങ്കിൽ n = 100/6 എന്ന് എടുക്കാം. ഓക്കെ, എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇരട്ടിയാവുന്നത് ചോദിക്കുകയാണെങ്കിൽ n = 100/6 എന്ന് എടുക്കാം. ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര ശതമാനം പലിശ കണക്കാക്കിയാലാണ് ഇത്ര വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു സം ഓഫ് മണി ഡബിൾ ആവുക, ഇരട്ടിയാവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 കണ്ടുപിടിക്കാൻ 100/n എഴുതാം. ഓക്കെ, ഇത് ഡബിൾ ആവാൻ ഇനി 3 times ആണ് ചോദിക്കുന്നതെങ്കിൽ, അതായത് 3 മടങ്ങാവും എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ചെറിയൊരു വ്യത്യാസം. n എന്ന് പറയുന്നത് 200 ആവും, 200/6 എന്നാവും. r എന്ന് പറയുന്നത് 200/n എന്നാവും. ഓക്കെ, ഇനി 4 times ആണ് ചോദിക്കുന്നതെങ്കിൽ 4 മടങ്ങ് അല്ലെ, ഒരു സം ഓഫ് മണി 4 മടങ്ങായി എത്ര വർഷങ്ങൾ കഴിഞ്ഞാൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ സിമ്പിൾ n = 300/4
ആർ എന്നാവും ആർ ഈക്വൽ ടു 300/n എന്നാവും. ഓക്കെ, എത്ര മടങ്ങാണോ അല്ലേ അതിൽ നിന്ന് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 4 മടങ്ങിന് 400 ആണെങ്കിൽ അതിന് ഒന്ന് കുറയ്ക്കാം, അപ്പോൾ 300. ഓക്കെ, അങ്ങനെ പഠിച്ചു വെക്കാം. ഡബിൾ ആണെങ്കിൽ 100/6 n ഈക്വൽ ടു 100/6 ആർ ഈക്വൽ ടു 100/n. 3 ടൈംസ് ആണെങ്കിൽ n ഈക്വൽ ടു 200/6 ആർ ഈക്വൽ ടു 200/n. 4 ടൈംസ് ആകുമ്പോൾ 300. അപ്പൊ 5 ടൈംസ് 5 മടങ്ങാകുമ്പോൾ 400/6 400/n എന്നൊക്കെ ആവും. 6 മടങ്ങാകുമ്പോൾ 500/6 500/n എന്നൊക്കെ ആവും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് മനസ്സിലാക്കി വെക്കാം, പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യം നോക്കാം. അറ്റ് വാട്ട് റേറ്റ് പെർസെൻറ്റേജ് പെർ ആനം വിൽ എ സം ഓഫ് മണി ഡബിൾ ഇൻ 8 years? ഓക്കെ, ഒരു സം ഓഫ് മണി 8 വർഷം കൊണ്ട് ഡബിൾ ആവുകയാണ്. അപ്പൊ എത്രയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം ഡബിൾ ആവാനുള്ള കേസ് ആർ ഈക്വൽ ടു 100/n ആണ് അല്ലേ. അപ്പോൾ 100 നമുക്കിവിടെ വർഷം എന്ന് പറയുന്നത് 8 നിങ്ങൾ. അപ്പൊ 100/8 എന്ന് പറയുമ്പോൾ നമുക്ക് 12.5% കിട്ടും. ഓക്കെ, എളുപ്പമാണ്, പഠിച്ചു വെക്കാം. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇൻ ഹൗ മെനി ഇയേഴ്സ് വിൽ ടേക്ക് എ സം ഓഫ് മണി ₹3,875 അറ്റ് 10% പെർ ആനം 3 times itself? അപ്പൊ നമുക്കിവിടെ എമൗണ്ട് ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ. പക്ഷെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എമൗണ്ട് ഒന്നും ബോധർ ചെയ്യേണ്ട കാര്യമില്ല. എമൗണ്ട് ഒന്നും നമ്മൾ എടുക്കാൻ വേണ്ട. നമുക്ക് ഇങ്ങനെ ഡബിൾസ് അല്ലെങ്കിൽ 3 times ഒക്കെ തന്നിരുന്നെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഇത് നമുക്ക് വർഷമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ വർഷം കണ്ടുപിടിക്കാൻ n ഈക്വൽ ടു 3 times ആവാണ് അല്ലേ, അതായത് 3 മടങ്ങാവാണ് അല്ലേ. അപ്പൊ എന്താ നമ്മുടെ ഇക്വേഷൻ 200/6 എന്നാവും n കണ്ടുപിടിക്കാൻ അല്ലെ, വർഷങ്ങൾ കണ്ടുപിടിക്കാൻ. അപ്പൊ 200/ നമുക്കിവിടെ 6 എന്ന് പറയുന്നത് 10%. അപ്പൊ നമുക്ക് n ഈക്വൽ ടു 20 കിട്ടും. നമ്മുടെ എമൗണ്ട് നമുക്കിവിടെ 3875 എന്നൊക്കെ രൂപ തന്നിട്ടല്ലേ, അതൊന്നും കണക്കാക്കാൻ വേണ്ട. എത്ര എമൗണ്ട് ആണെങ്കിലും ഏത് എമൗണ്ട് ആണെങ്കിലും നമുക്ക് ഈ കേസിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, എ മാൻ ഇൻവെസ്റ്റഡ് 9,000 അറ്റ് 10% പെർ ആനം. ഇൻ ഹൗ മെനി ഇയേഴ്സ് വിൽ ടേക്ക് ദ മണി വിൽ ബിക്കം 27,000? ഓക്കെ, 9,000 9,000 രൂപ എന്ന് പറയുന്നത് 27,000 rupees ആയി, 27,000 രൂപയായി. എന്താണ് നമ്മൾ ആദ്യം 2 മടങ്ങ് 3 മടങ്ങ് അല്ലെ, 2 times 3 times എന്നൊക്കെ പറയുന്നതിന് പകരം ഇവിടെ എമൗണ്ട് ഇത്രയും തന്നു. അപ്പൊ നമുക്ക് ഇതിൽ എന്ത് മനസ്സിലാവും? ഈ 9,000 എത്ര മടങ്ങാണ് 27,000? നമുക്കറിയാം 9,000 3 മടങ്ങാണ് അല്ലെ 27,000. അപ്പൊ ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടും ചോദിക്കാം. അപ്പൊ ഇനി സിമ്പിൾ ആയി ചെയ്യാലോ. 9,000 3 മടങ്ങാണ് 27,000. ഒരു മണി എന്ന് പറയുന്നത് 3 മടങ്ങ് ആവുകയാണ് അല്ലെ. അപ്പൊ നമുക്ക് n ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ n ഈക്വൽ ടു നമുക്കറിയാം 3 മടങ്ങിന്റെ ഇക്വേഷൻ 200/6 ആണ്. അപ്പോൾ 200/6 എന്ന് പറയുന്നത് ഇവിടെ 10% ആണ്. അപ്പൊ നമുക്ക് 20 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാലും ചെയ്യാൻ പറ്റണം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. ഓക്കെ, ഇതാണ് അപ്പോൾ ടൈപ്പ് 2 പ്രോബ്ലംസ്. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് നമുക്ക് നോക്കാം. ടൈപ്പ് 3. ഓക്കെ, എ സം ഓഫ് മണി വിൽ ബിക്കം 2,600 in 3 years. ഓക്കെ, അപ്പൊ എത്രയോ എമൗണ്ട് നമ്മൾ മുതൽ എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല, അത് നമുക്ക് 3 വർഷം കൊണ്ട് 2,600 രൂപയെന്ന് പറയുന്നുണ്ട്. ഓക്കെ, 3 വർഷത്തെ, അതായത് നമ്മുടെ മുതലും പലിശയും കൂടെ 3 വർഷം കഴിഞ്ഞപ്പോൾ 2,600 രൂപ എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് ആൻഡ് 2,800 rupees in 4 years. ഓക്കെ, 4 വർഷം ആയപ്പോൾ 2,800 എന്ന് പറയുന്നുണ്ട് അല്ലേ. ദെൻ ഫൈൻഡ് ദ പ്രിൻസിപ്പൽ എമൗണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിക്കുക? സിമ്പിൾ പ്രോബ്ലം ആണ്. 3 വർഷത്തിലെ എമൗണ്ട് ആണ് 2,600, 4 വർഷം ആയപ്പോൾ 2,800 ആയി അല്ലേ. അപ്പൊ ഇതിന്റെ പലിശ എത്രയാണ്? ഒരു വർഷത്തെ പലിശ ഇട്ടാൻ 2,800 മൈനസ് 2,600 ചെയ്താൽ മതി അല്ലെ. നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടാൻ അപ്പൊ എത്ര വരും? 200 രൂപ ഒരു വർഷത്തെ പലിശ കിട്ടും അല്ലെ. 3 വർഷം 4 വർഷം, ഒരു വർഷത്തെ ഡിഫറൻസ് അല്ലേ. രൂപ 2,800 2,600. അപ്പൊ പലിശ എന്ന് പറയുന്നത് ഈ 2,600 200 രൂപ പലിശ കൂട്ടിയപ്പോഴല്ലേ നമുക്ക് 2,800 കിട്ടിയത്. അപ്പൊ പലിശ, ഒരു വർഷത്തെ പലിശ 200 എന്ന് കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം, ഒരു വർഷത്തെ പലിശ 200 ആണെങ്കിൽ ഇവിടെ 3 വർഷത്തെ ഒരു എമൗണ്ട് 2,600 ആയിട്ട് അല്ലെ. അപ്പൊ 3 വർഷത്തെ പലിശ എത്രയായിരിക്കും? ഒരു വർഷം 200 രൂപയാണെങ്കിൽ 3 വർഷത്തെ പലിശ 600 രൂപയായിരിക്കും. അപ്പൊ നമ്മുടെ പ്രിൻസിപ്പിൾ മുതൽ എന്ന് പറയുന്നത് 3 വർഷത്തെ പലിശ മൊത്തം തുക കിട്ടിയിട്ടുണ്ട് അല്ലെ. 3 വർഷത്തെ മൊത്തം തുക 2,600, 3 വർഷത്തെ പലിശ 600 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രിൻസിപ്പിൾ, അതായത് മുതൽ നമുക്ക് കിട്ടും. ഓക്കെ, സിമ്പിൾ പ്രോബ്ലം മനസ്സിലാക്കി പഠിക്കുക.
ഇങ്ങനെ വർഷങ്ങളുടെ തുക എന്നുണ്ടെങ്കിൽ അതിന്റെ ഡിഫറൻസ് എടുത്താൽ കിട്ടുന്നത് പലിശയാണെന്ന് മനസ്സിലാക്കാം. ഒരു വർഷത്തെ പലിശ കിട്ടിക്കഴിഞ്ഞാൽ ഈ 3 വർഷം അല്ലെങ്കിൽ 4 വർഷത്തെ പലിശ കണക്കാക്കാം. അതിൽ നിന്ന് ടോട്ടൽ എമൗണ്ടിന് പലിശ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുതൽ അതായത് പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടും. ഓക്കെ, സിമ്പിൾ ചോദ്യമാണ്, മനസ്സിലാക്കി പഠിക്കാം. ഇനി ഇതേപോലത്തെ മറ്റൊരു പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. എ മണി ബിക്കം 702 rupees in 2 years. ഓക്കെ, അപ്പൊ 2 വർഷം കൊണ്ട് ഒരു എമൗണ്ട് 702 രൂപയുണ്ട്. ആൻഡ് 783, ഓക്കെ, 3 വർഷം കൊണ്ട് 783 രൂപയായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? അങ്ങനെയാണെങ്കിൽ പലിശ നിരക്ക് എത്ര എന്നാണ് ചോദ്യം. അപ്പൊ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ഇത് രണ്ട് ഡിഫറൻസ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? ഒരു വശത്തെ പലിശ കിട്ടും അല്ലെ, 783 മൈനസ് 702 ചെയ്യുമ്പോൾ നമുക്ക് ഒരു വർഷത്തെ പലിശ കിട്ടും. എത്ര കിട്ടും? 781 രൂപ കിട്ടും അല്ലെ. ഇത് ഒരു വർഷത്തെ പലിശ. നമുക്ക് ഇവിടെ 2 വർഷത്തെ ടോട്ടൽ എമൗണ്ട് വന്നിട്ട് അല്ലെ. അപ്പൊ 2 വർഷത്തെ പലിശ എന്ന് പറയുന്നത് 2 × 81 162 ആണ് അല്ലെ. 2 വർഷത്തെ പലിശ 162 ആണ്. അപ്പൊ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടാൻ 2 വർഷത്തെ തുകയിൽ നിന്ന് ആ പലിശ കുറച്ചാൽ മതി അല്ലെ. അപ്പൊ പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മുടെ മുതൽ കിട്ടാൻ 702 മൈനസ് ഈ 2 വർഷത്തെ പലിശ കുറയ്ക്കാം. അപ്പൊ നമുക്ക് എത്ര വരും? 540 കിട്ടും. ഓക്കെ, 540 രൂപ നമുക്ക് നമ്മുടെ മുതൽ പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടും. ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? നമുക്ക് 2 വർഷത്തെ പലിശ അറിയാം, മുതലറിയാം, വർഷം എന്താണെന്ന് അറിയാം. ഈ പലിശ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? എന്താണ് നമ്മുടെ സാധാരണ ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു PNR/100 ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. നമുക്ക് പലിശ കിട്ടിയിട്ടുണ്ട്. 2 വർഷത്തെ പലിശ 162 രൂപ ഈക്വൽ ടു പി എന്ന് പറയുന്നത് കിട്ടിയിട്ട് നമുക്ക് 540 ഇൻറ്റു എൻ എന്ന് പറയുന്നത് 2, നമുക്ക് 6 ആണ് കണ്ടുപിടിക്കേണ്ടത്, ഡിവൈഡഡ് ബൈ 100. അപ്പൊ അതിന് ഒരു പൂജ്യം വെട്ടിക്കളഞ്ഞു. ഇനി നമുക്ക് നോക്കാം. 2 ഈ 162 81 വട്ടം. ഇനി നമുക്ക് എന്തുകൊണ്ട് ഇവിടെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 5 വട്ടം 10 ഇതിൽ 54 പറയുമ്പോൾ 27 × 2 ആണ് അല്ലേ. അപ്പൊ 54 2 27 വട്ടം. ഇനി നോക്കാം, 27 × 3 ആണ് 81. ഓക്കെ, അപ്പൊ 27 × 3 ഇപ്പൊ 3 കിട്ടി. ഇനി 6 എന്ന് പറയുന്നത്, ഇനി ബാക്കി ഇവിടെ 5 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. അപ്പൊ നമുക്ക് 6 = 3 × 5 15. ഈ 5 ഇങ്ങോട്ട് പോയി. ഇപ്പൊ 3 × 5 15% കിട്ടി. ഓക്കെ, നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 15% കിട്ടി. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യം 2 വർഷത്തെ മൊത്തം തുകയിൽ നിന്ന് പലിശ കണ്ടുപിടിച്ചു. ഓക്കെ, ഒരു വർഷത്തെ പലിശ എത്രയാണെന്ന് കിട്ടി. ഈ ഡിഫറൻസിൽ നിന്ന് ഇപ്പൊ 2 വർഷത്തെ പലിശ ഏതാണെന്ന് കിട്ടി. നമുക്ക് മുതൽ കിട്ടി. അപ്പൊ നമുക്ക് 2 വർഷത്തെ പലിശ അറിയാം, മുതൽ അറിയാം, വർഷം എന്താണെന്ന് അറിയാം. അപ്പൊ നമുക്ക് നമ്മുടെ ഇക്വേഷൻ ഇട്ട് കൊടുത്ത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ടൈപ്പ് 4, ഒരു വെറൈറ്റി പ്രോബ്ലം ആണ്, പക്ഷെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. A man borrowed rupees 25,000 from 2 money lenders. For one loan he paid 12% per annum as simple interest. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തി 2 ആൾക്കാരിൽ 2 പലിശക്കാരിൽ നിന്നും മൊത്തം 2 ആൾ കൂടി മൊത്തം 25,000 രൂപ പലിശയ്ക്ക് എടുത്തു. ഒരാളുടെ പലിശ നിരക്ക്, ഓക്കെ, ആദ്യത്തെ പലിശക്കാരന്റെ പലിശ നിരക്ക് എന്ന് പറയുന്നത് 12%. രണ്ടാമത്തെ ആളുടെ പലിശ നിരക്ക് എന്ന് പറയുന്നത് 14%. ഓക്കെ, പിന്നെ പറയുന്നത് ഇഫ് ദ ടോട്ടൽ ഇൻട്രസ്റ്റ് പെയ്ഡ് ഇൻ 1 year റുപ്പീസ്. ഓക്കെ, ഒരു വർഷം കഴിയുമ്പോൾ രണ്ടാൾക്കും കൂടെ കൊടുത്ത പലിശ എന്ന് പറയുന്നത് മൊത്തം 3260 രൂപയാണ്. ഹൗ മച്ച് ഡിഡ് ബോറോ ദ ഈച്ച് റേറ്റ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓരോ പലിശക്കാരിൽ നിന്നും, അതായത് 12% പലിശയ്ക്ക് കൊടുക്കുന്ന ആളിൽ നിന്നും 14% പലിശയ്ക്ക് കൊടുക്കുന്ന ആളിൽ നിന്നും എത്ര രൂപയാണ് മേടിച്ചത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നോർമൽ മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ കുറെ ടൈം എടുക്കും, ഒരുപാട് സ്റ്റെപ്സ് ഒക്കെ വേണം. അപ്പോൾ ട്രിക്ക് ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, മൊത്തം 2 ആൾക്കാരിൽ നിന്നും മൊത്തം മേടിച്ച് 25,000 രൂപയാണ് അല്ലെ. ഒരാളുടെ പലിശ നിരക്ക് 12%, മറ്റൊരാളുടെ 14%. ഒരു വർഷം കഴിഞ്ഞപ്പോൾ 2 ആൾക്കും കൂടെ 3260 രൂപ മൊത്തം കൊടുത്തു. ശ്രദ്ധിക്കുക, നമ്മൾ ഒരു കാര്യം അസ്യൂം ചെയ്യാം. ഓക്കെ, ഈ 25,000 രൂപ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരൊറ്റ വ്യക്തിയുടെ നിന്നാണ് ഫുള്ളും മേടിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ ഈ 12% പലിശയ്ക്ക് കൊടുക്കുന്ന ആളുടെ കയ്യിൽ നിന്നാണ് 25,000 രൂപയും മേടിച്ചു എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തേക്ക് എത്ര പലിശ കൊടുക്കണം? 25,000ന്റെ 12% അല്ലെ. 25,000ന്റെ 12% പറയുമ്പോൾ എത്ര വരും? 25 × 10 2500. അപ്പൊ 3000 വരും അല്ലെ. 25 × 12 പറയുമ്പോൾ 3000.
ഒരു വർഷത്തേക്ക് 3000 രൂപയാണ് പലിശ കൊടുക്കേണ്ടിയിരുന്നത് അല്ലെ. അതായത് ഈ മൊത്തം 25,000 രൂപയും ഈ ഒരാളുടെ ഇത് മാത്രം മേടിച്ചിരുന്നെങ്കിൽ അയാൾക്ക് ഒരു വർഷം കഴിയുമ്പോൾ 3000 രൂപ പലിശ കൊടുക്കണം. പക്ഷെ ഇവിടെ നമ്മൾ 3260 രൂപ കൊടുത്തിട്ടുണ്ട് അല്ലെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ. ഇപ്പൊ ബാക്കി വരുന്ന 260, അതായത് 3260 ഈ 3000 നമ്മൾ ഡിഫറൻസ് എടുത്തതിന് നമുക്ക് 260 കിട്ടും അല്ലെ. ഈ 260 എന്ന് പറയുന്നത് ശരിക്കും ഈ രണ്ടാമത്തെ ആളുടെ പലിശ അല്ലെ. ഒന്നുകൂടെ പറഞ്ഞുതരാം. മൊത്തം പലിശ രൂപയും ഒരാളുടേത് മാത്രം മേടിച്ചു എന്ന് എടുത്തു. 25,000 രൂപയും ഞാൻ ഈ 12% പലിശക്ക് കൊടുക്കുന്ന ആളുടേത് മാത്രമാണ് മേടിച്ചെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ അയാൾക്ക് 25,000ന്റെ 12% അല്ലെ. 25,000ന്റെ 12%, സോറി 2500 അല്ല, 25,000. 25,000ന്റെ 12% പറയുമ്പോൾ 3000 വരും അല്ലെ. പക്ഷെ ഇവിടെ 3260 ഒരു വർഷത്തെ പലിശ കൊടുത്തത്. ഇപ്പോൾ ബാക്കി വരുന്ന 260 എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ ആൾക്ക് കൊടുത്ത പലിശ കണക്കാക്കുക. ഇനി ചെയ്യേണ്ടത് ഈ കിട്ടിയ എമൗണ്ട്, ഈ ഡിഫറൻസ് ഡിവൈഡ് ബൈ ഈ രണ്ടാളുടെയും പലിശ നിരക്കിന്റെ വ്യത്യാസം. ഇവിടെ നോക്കാം, ഒരാളുടെ 12ഉം ഒരാളുടെ 14ഉം ആണ് അല്ലെ. അതിന്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് 2 കിട്ടും. ആ കിട്ടുന്ന പലിശ ഡിഫറൻസ് കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 260/2 പറയുമ്പോൾ നമുക്ക് 130 കിട്ടും അല്ലെ. ഈ 130 എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ ആളിന്റെ വാങ്ങിച്ച കാശിന്റെ 1%. ഓക്കെ, ഈ കിട്ടിയ 130 എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ, നമ്മൾ 12 എടുത്ത്, അപ്പൊ എടുക്കാത്ത രണ്ടാമത്തെ ആളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച മൊത്തം കാശിന്റെ 1% നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പൊ 100% എന്ന് പറയുന്നത് എന്തായിരിക്കും? 130 × 100 ചെയ്യുമ്പോൾ 13,000. ഓക്കെ, അതിനർത്ഥം ഈ 14% പലിശക്ക് കൊടുക്കുന്ന ആളുടെ നിന്ന് 13,000 രൂപയും ബാക്കി 25,000ന്റെ ഇത് 13,000 മൈനസ് ചെയ്ത് നമുക്ക് കിട്ടും. ഇത് 14% മേടിച്ചത്. അപ്പൊ ബാക്കി 12% ആളുടെ നിന്ന് 25,000 മൈനസ് 13,000 ചെയ്യുമ്പോൾ 12,000 കിട്ടും. ഓക്കെ, അപ്പൊ 14% പലിശ കൊടുക്കുന്ന ആളുടെ നിന്നും 13,000 രൂപയും 12% പലിശ കൊടുക്കുന്ന ആളുടെ നിന്നും 12,000 രൂപയും മേടിച്ചു. ഓക്കെ, അപ്പൊ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് സിമ്പിളായിട്ട് ചെയ്യാം. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞുതരാം. മൊത്തം 25,000 രൂപ രണ്ടാൾക്കാരുടെ നിന്ന് മേടിച്ചു. ഒരാളുടെ പലിശക്ക് 12ഉം മറ്റാളുടെ 14ഉം ആണ് അല്ലെ. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യാണ് 25,000 രൂപ ഏതെങ്കിലും ഒരാളുടെ നിന്ന് മാത്രമാണ് മേടിച്ചു എന്ന് അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ 12% പലിശ കൊടുക്കുന്ന ആളുടെ നിന്നാണ് മൊത്തം മേടിച്ചു എന്ന് വിചാരിച്ചു. അപ്പൊ 25,000ന്റെ 12%, അതാണ് ഒരു വശത്തെ പലിശ 3000 ആണ്. പക്ഷെ ഇവിടെ 3260 രൂപയാണ് അയാൾ കൊടുത്തിരിക്കുന്നത്. അതിനർത്ഥം കൂടുതലായി വരുന്ന 260 ഈ രണ്ടാമത്തെ ആളുടെ പലിശയാണ് അല്ലെ. അപ്പോൾ 260 ഈ പലിശ, രണ്ടാളുടെയും പലിശ നിരക്കിന്റെ ഡിഫറൻസ് 2 ആണ് അല്ലെ. 12ന്റെയും 14ന്റെയും ഡിഫറൻസ് 2 ആണ്. ആ 2 ചെയ്യുമ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും. ഈ എമൗണ്ട് എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ ആളിന്റെ 1%, ഈ രണ്ടാമത്തെ ആളുടെ നിന്ന് വാങ്ങിച്ച കാശിന്റെ 1% ആയിരിക്കും. അപ്പൊ 100% കിട്ടാൻ, അതായത് ഫുൾ എമൗണ്ട് കിട്ടാൻ 130 × 100, ഈ കിട്ടിയ എമൗണ്ട് × 100 ചെയ്യാം. അപ്പൊ 13,000 രൂപയാണ് 14% പലിശ കൊടുക്കുന്ന ആളുടെ മേടിച്ച്. ബാക്കി 25,000 മൈനസ് 13,000 ചെയ്യുമ്പോൾ 12,000 കിട്ടും. ആ 12,000 രൂപയാണ് ഈ ആദ്യത്തെ ആളുടെ നിന്ന് മേടിച്ചത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ പ്രോബ്ലം ആണ്. ഇതുപോലെ ഒരു ലോജിക് ഉപയോഗിച്ച് സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ട്രിക്ക് പഠിക്കാം. ഫോർമുല ഇല്ലാതെ തന്നെ എങ്ങനെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രോബ്ലംസ് വളരെ ഫാസ്റ്റ് ആയിട്ട് 2-3 സെക്കൻഡ് കൊണ്ട് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.